ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ക്രാഫ്റ്റ് അല്ല, ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. നല്ല നമ്മൾ KFC സ്റ്റൈലൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് വേഗം വീഡിയോ കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ സവാള നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിൻ്റെ കൂടെ സവാളയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ എരിക്കനുസരിച്ചിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ സാധാ നമ്മുടെ നോർമൽ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് കണ്ട ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ചൂടായിട്ട് കുറച്ചൊരു 1.5 ടേബിൾ സ്പൂൺ അത്ര മതിയാവും വെളിച്ചെണ്ണ. വല്ലാതെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഉള്ളിയുടെ പേസ്റ്റ്, അത് നമ്മൾ അതിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴറ്റിയെടുക്കുമ്പോൾ ആ ഉള്ളിയുടെ മണമൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ, അതിൻ്റെ സ്മെല്ലൊന്ന് പോയി കിട്ടുമല്ലോ, കുത്തള മണമൊക്കെ. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, നിങ്ങൾ ഏതാ വേണ്ടത് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ അധികം വെളിച്ചെണ്ണയാണ് ഇതിൽ പ്രിഫർ ചെയ്യുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യാനുസരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചിക്കനും നമ്മൾ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ച ചിക്കനാണത്, അതും ഇട്ട് കൊടുക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. ഇതിൽ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി, എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറി തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. എടുത്തത് മസാലയിൽ ഒന്ന് ചിക്കൻ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ മതിയാവും. കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കുറയൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയൊന്നും ചെയ്യുള്ളൂ. കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ കേട്ടോ. കണ്ട ചിക്കൻ കറി ഉണ്ട്, നല്ല അടിപൊളി ചിക്കൻ കറി ഒന്നുമല്ലേ. ഇതിലധികം മസാലകളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വെറുതെ നമ്മൾ കാശ്മീരി ചില്ലി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നെ ഉള്ളിയും, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നല്ല അടിപൊളി ചിക്കൻ കറി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തൈര്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലവർ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് മൈദ, അതുപോലെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി പറഞ്ഞത് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, വെറുതെ വെള്ളം ഒന്നും ഒഴിക്കണ്ട, ജസ്റ്റ് പൗഡർ പോലെ അതെല്ലാം മൈദയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഇനി നമ്മൾക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ എണ്ണയിൽ മുങ്ങി കിടക്കണല്ലോ, ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, മുളക് എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ, ആ ചിക്കൻ നമ്മൾ ഈ മൈദയുടെ മിക്സിൽ ഇട്ടതിന് ശേഷം കുറച്ച് മൈദ വെള്ളമാക്കി എടുക്കണം. മൈദ പുറത്തേക്ക് ഒരു മൈദ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതാ ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ, അതേപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ടാമത് ഒന്നും കൂടി കോട്ടിങ് കൊടുക്കണം ഈ മൈദയുടെ മുകളിൽ തന്നെ, സാധാരണ നമ്മൾ KFC ഒക്കെ ചെയ്യണ പോലെ തന്നെ. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് നല്ലൊരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ ആവുന്നതിന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ഉള്ളു വേവാതിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.